അടുത്ത സെക്ഷനാണ് 17.4 ഫങ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ. അപ്പോൾ നമ്മൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കുന്നു? റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എയും ബിയും രണ്ട് സെറ്റ് ഉണ്ട്. റിയൽ വാല്യൂഡ് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. എ പറയുന്ന ഡൊമൈൻ എന്തും ആവാം. അതല്ലെങ്കിൽ എ പറയുന്നത് റിയൽ നമ്പർ എടുക്കാം. റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്ക് തന്നെ നമുക്ക് ഫങ്ഷൻസ് അസൈൻ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ y = f(x) എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കുന്ന അതേപോലെ തന്നെ അവിടെ നമ്മൾ എല്ലാ നമ്പേഴ്സും എന്താണ്? അവിടെ റിയൽ നമ്പേഴ്സ്, റിയൽ ആയിട്ട് 1 2 3 അങ്ങനത്തേത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇനി കോംപ്ലക്സിൽ എങ്ങനെയാണ്? കോംപ്ലക്സ് പ്ലെയിനിൽ നിന്നും കോംപ്ലക്സ് പ്ലെയിനിലേക്കുള്ള ഫങ്ഷൻസ് എങ്ങനെയാണ്? അവിടെ നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് വരുന്നത്? അപ്പം അത്ര കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നമ്മൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഏത് പോയിന്റ് എ എന്ന് എടുത്താലും ഫ്രം എ ടു ബി എന്ന് പറയണമെങ്കിൽ ഏത് പോയിന്റ് എ എന്ന് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ബിയിൽ എക്സിസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ 1 to 1 അതായത് എയിൽ ഏത് പോയിന്റ് എടുത്താലും അതിന് ഇമേജ് ഉണ്ടാകും. അങ്ങനെ 1 to 1 കറസ്പോണ്ടൻസ് ആയിട്ട് വരുന്ന മാപ്പിങ്ങിനെ പറയുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ എ എന്ന് പറയുന്നത് ഡൊമെയിനും ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഇമേജ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി കോംപ്ലക്സ് വാല്യൂവിൽ എങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പം നമ്മളിവിടെ 17.4 ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ സെഡിൽ നിന്നും സെഡിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ ഡിഫൈൻ ചെയ്യാണ് നമ്മൾ w = f(z) എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ z എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ x+i(y) എടുക്കുകയാണെങ്കിൽ നമ്മൾ f(z) എന്ത് തന്നെയാണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ നമ്മൾ w എങ്ങനെ എടുക്കാം? f(z) അതിനെ നമ്മൾ എടുക്കുകയാണ് u(xy) പ്ലസ് i ഇൻറ്റു v(xy). അപ്പം നമ്മൾ സെഡിനെ x+iy ആണെങ്കിൽ ഇമേജ് f(z) എന്ന് പറയുന്ന ഫംഗ്ഷൻ u+iy ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അതിൽ u എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് അല്ലെങ്കിൽ ഫങ്ഷൻ്റെ റിയൽ പാർട്ടും v എന്ന് പറയുന്നത് ഇമാജിനറി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കൊരു f(z) = z² - 4z. ഇതിന് നമ്മൾ യുവും വിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ z എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു? x+iy ആയിട്ട് എടുക്കണമെങ്കിൽ z² പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? x+iy² - 4 ഇൻറ്റു x+iy പറ്റും നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² പ്ലസ് 2 ഇൻറ്റു ixy മൈനസ് y² minus 4x minus I into 4y which is equal to x². ഇതിൽ നമ്മൾ i ടേം ഇല്ലാത്തൊക്കെ കളക്ട് ചെയ്യുക. അപ്പോൾ x² മൈനസ് y² മൈനസ് 4x പ്ലസ് ഐൻ്റെ ടേം കളക്ട് ചെയ്യുമ്പോൾ എന്തുവരും? 2xy മൈനസ് 4y. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടും നമുക്ക്. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? യു എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എഫ് ആണ്. ദാറ്റ് ഈസ് യു = നമുക്ക് x² മൈനസ് y² മൈനസ് 4x വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ആണ്. ദാറ്റ് ഈസ് 2xy മൈനസ് 4y. അപ്പോൾ ഇതാണ് നമ്മളുടെ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ യുവും വിയും ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ലൈൻ റിയൽ z = 1 അണ്ടർ ദ മാപ്പിംഗ് f(z) = z². അപ്പോൾ ഇവിടെ നമുക്ക് ഇമാജിനറി ലൈനാണ് ഇമേജ് ഓഫ് ദ ലൈൻ റിയൽ z = 1 അണ്ടർ ഇമാജിനറി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ f(z) എന്താണ്? z² ആണ്. അപ്പോൾ z² എന്ന് പറയുമ്പോൾ എന്താ? x+iy² ആണ്. ദാറ്റ് ഈസ് x² മൈനസ് y² പ്ലസ് i ഇൻറ്റു 2xy കിട്ടും. ദാറ്റ് ഈസ് u എന്ന് പറയുന്നത് x² മൈനസ് y²ഉം v എന്ന് പറയുന്നത് 2xy നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? റിയൽ z = 1 ആണ്. ദാറ്റ് ഈസ് റിയൽ z എന്താ? x. അപ്പോൾ x = 1 ആണ് നമ്മളുടെ
ഫംഗ്ഷൻ. ഇതിന് നമ്മൾ എങ്ങനെയാണ് മാപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതാണ് ക്വസ്റ്റ്യൻ പറയണത്. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് വരും, 1 മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ എക്സിന് 1 കൊടുക്കുമ്പോൾ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് കിട്ടും, u2y പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വി ഇസ് ഈക്വൽ ടു 2y ആണെങ്കിൽ y ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, v/2 എടുക്കാം. ഓക്കെ, ആ y നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, യുയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് വി സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നമുക്ക് തന്നിരിക്കുന്നത് എന്താ, റിയൽ സെഡ് ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 1നെ മാപ്പിംഗ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 റിയൽ പാർട്ട്. അപ്പോൾ റിയൽ പാർട്ട് പറയുമ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ റിയൽ പാർട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് യു എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് കിട്ടുക, 1 മൈനസ് വി സ്ക്വയർ ബൈ 4 കിട്ടും. അപ്പോൾ റിയൽ സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയണ അതിനെ മാപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, യു ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി കൺസ്ട്രെയിനിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആണ്. അതിൽ നിന്നും ഡി എക്സ് ബൈ ഡി ടി അത് കമ്പയർ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് യു, അതായത് നമ്മൾ ഓൾറെഡി എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ടി ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഡാഷ് ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈയും ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ നമുക്കിവിടെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ സ്ട്രീം ലൈൻ ഓഫ് ദ ഫ്ലോ അസോസിയേറ്റഡ് വിത്ത് ദ കോംപ്ലെക്സ് ഫംഗ്ഷൻസ് എഫ്1 ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ആൻഡ് എഫ്2 ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ സെഡ് ബാർ എന്ന് പറയുന്നത് എന്താ, കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് എക്സ് മൈനസ് ഐ വൈ കിട്ടും, ദാറ്റ് ഈസ് എഫ്1 ഓഫ് സെഡ്. നേരത്തെ പോലെ തന്നെ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എക്സും ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, മൈനസ് വൈയും പറ്റും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മൈനസ് വൈ ബൈ എക്സ് കിട്ടും. ഓക്കെ, ഇനി സെപ്പറേറ്റ് എക്സ് ഓഫ് ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ പാരാമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി പറയുമ്പോൾ അവിടെ എന്ത് കൊടുക്കുക, ടി കൊടുക്കുക. അടുത്തത് അതേപോലെ ടി കൊടുക്കുമ്പോൾ അവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന കേസാണിത്. ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാം. ഇൻറ്റിഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ശരിക്കും നിങ്ങൾ ഇൻറ്റിഗ്രേഷൻ പഠിക്കുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേസുണ്ട്. അടുത്ത സെക്ഷനിലാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അത് ജസ്റ്റ് പറഞ്ഞു തരുന്നല്ലോ. അത് അവിടെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡി എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾ അടുത്ത സെക്ഷനിൽ പഠിക്കും, ഇങ്ങനെ കിട്ടും. ദെൻ 1 ബൈ എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. അപ്പോൾ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് കിട്ടും, റൈറ്റ് സൈഡിൽ ടി കിട്ടും. ദെൻ ലോഗരിതം അപ്ലൈ മാറ്റുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി വരും. ഇ റേസ് ടു ടി എടുക്കുന്നതിനോടൊപ്പം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലസ് സി കോൺസ്റ്റൻറ്റ് കൊടുക്കണം. അപ്പോൾ പ്ലസ് സിക്ക് പകരം നമ്മൾ ഇ റേസ് ടു സി എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുകയാണ്. കോൺസ്റ്റൻറ്റ് ഇ റേസ് ടു സി തന്നെ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും C1 ഇൻറ്റു ഇ റേസ് ടു ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതാണ് സെപ്പറേഷൻ മെത്തേഡാണ്. നെക്സ്റ്റ് സെമ്മിൽ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഓഫ് ടിയും കിട്ടും, വൈ ഓഫ് ടിയും നമുക്ക് കിട്ടും. അടുത്തത് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ പഠിച്ച് ചെയ്യുന്നു. ദെൻ ഇൻറ്റഗ്രേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നിങ്ങൾ ഇൻറ്റഗ്രേഷനിലേക്ക് പോകുന്നില്ല കേട്ടോ. അതെന്തെങ്കിലുമൊക്കെ അടുത്ത സെക്ഷനിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് ആണ് ലിമിറ്റിംഗ് ഓഫ് ദ ഫങ്ഷൻസ്. നേരത്തെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇമാജിനറി പാർട്ട് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ റിയൽ ലൈനിൽ നമ്മൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ നമ്മൾ ആ പാർട്സുകൾക്ക് കൊടുക്കും. ഇമാജിനറി ഇപ്പോൾ സെഡിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സെഡ് ആർക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും, സെഡിൻ്റെ റിയൽ പാർട്ടിനും അപ്ലൈ ചെയ്യും, സെഡിൻ്റെ ഇമാജിനറി പാർട്ടിനും നമ്മൾ അപ്ലൈ ചെയ്ത് പോകുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നോർമലി ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഡെഫിനിഷൻ പ്രകാരം. നമ്പർ എന്ന് പറയുന്നത് അവിടെ റിയൽ നമ്പറിൻ്റെ കേസ് പഠിക്കുന്നത്, ഇത് കോംപ്ലക്സ് നമ്പർ ആവുന്നു എന്നുള്ള ചേഞ്ചസ് ഉണ്ടാവും.
Suppose the function f is defined in some neighborhood of z0 except possibly at z0 itself. Then f is said to possess a limit at z0 written. Limit z tend to z0 f of z is equal to L. നമ്മൾ usually limit in the delta definition എന്താ? For every epsilon greater than 0, there exists delta greater than 0 such that mod is f of z minus L less than epsilon whenever 0 less than mod z minus z0 less than delta. സെയിം കാര്യങ്ങൾ തന്നെ. അതേപോലെ തന്നെ അടുത്ത ലിമിറ്റ് ഓഫ് എ സമ്മ് പ്രൊഡക്റ്റ് കോഷ്യൻ്റ് നമ്മൾ റിയലിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ. ലിമിറ്റ് സെറ്റ് എൻ ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു L1 ആണെങ്കിൽ, അതുപോലെ തന്നെ ലിമിറ്റ് സെറ്റ് എൻ ടു സെറ്റ് നോട്ട് ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു L2 ആണെങ്കിൽ അതിനെങ്ങനെയാണ് സമ്മിലും നമുക്ക് സമ്മിൽ നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാം, പ്രൊഡക്റ്റിൽ നമുക്ക് അതുപോലെ ചെയ്യാം, അതുപോലെ തന്നെ ഡിവിഷൻ്റെ കേസിലും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? ലിമിറ്റ് സെറ്റ് എൻ ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് നോട്ട് ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായി മാറും? കണ്ടിന്യൂസ് ആയി മാറും. അപ്പോൾ നമുക്കൊരു എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ട് അറ്റ് ദ പോയിന്റ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് സെറ്റിൽ നമ്മൾ ലിമിറ്റ് സെറ്റ് എൻ ടു സെറ്റ് നോട്ട് അപ്ലൈ ചെയ്യുക, ലിമിറ്റിംഗ് കൊടുക്കുക. ദെൻ ആ കിട്ടുന്ന വാല്യൂ എഫ് ഓഫ് സെറ്റ് നോട്ട് ഇപ്പോൾ 1 ആണെങ്കിൽ എഫ് ഓഫ് 1 കാണാം. 1ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫംഗ്ഷൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻ കേസ് പോളിനോമിയലിൻ്റെ കേസ്, പോളിനോമിയൽ ഫംഗ്ഷൻസ് എപ്പോഴും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതിന് പോളിനോമിയലിൻ്റെ കേസിൽ നമ്മുടെ റിസൾട്ട് ട്രൂ ആണ്. അതുപോലെ തന്നെ റാഷണൽ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മുടെ റിസൾട്ട് ട്രൂ ആണ്. നോർമലി ഡെറിവേറ്റീവ്, നെക്സ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ യൂഷ്വലി പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ. എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? ഇൻ കേസ് ഓഫ് ലിമിറ്റിംഗിൻ്റെ കേസിൽ എന്താ? ലിമിറ്റ് ഡെൽറ്റ ടെൻ ടു 0 എഫ് ഓഫ് സെറ്റ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെറ്റ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇതാണ് നമ്മളുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, സോ ഇതെല്ലാ കേസിലും സെറ്റ് നോട്ടിൽ ഈ നമ്മുടെ കേസ് ട്രൂ ആണെങ്കിൽ സെറ്റ് നോട്ടിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ. ഓൾറെഡി നേരത്തെ പഠിക്കുന്ന റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ. കോൺസ്റ്റന്റ് റൂൾ, സം റൂൾ, പ്രൊഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ, ചെയിൻ റൂൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ആൻഡ് ഓൾസോ ഡി ബൈ ഡി സെഡ് സെഡ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1. എൻ ഇസ് ആൻ ഇൻറ്റീജർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ, റൂൾസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇനി ഫംഗ്ഷൻ നോവർ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള കേസുകളാണ് പറയുന്നത്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4iy ഇസ് നോവർ ഡിഫറൻഷ്യബിൾ. അതായത് നോവർ ഡിഫറൻഷ്യബിൾ എന്താ? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത കേസിൽ ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4iy എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ സെഡ് പറയുന്നത് എന്താണ്? സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് iy ആണെങ്കിൽ ഡെൽറ്റ സെഡ് എന്ത് പറയും? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് പറഞ്ഞു. ദെൻ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് കാണുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് കൊടുക്കുന്നു, ലിമിറ്റിംഗ് കൊടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻ ടു 0 ഡെൽറ്റ എക്സ് പ്ലസ് 4 ഇൻറ്റു ഐ ഇൻറ്റു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ ഡെൽറ്റ വൈന് നമ്മൾ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഡെൽറ്റ വൈന് 0 കൊടുക്കുമ്പോൾ ഡെൽറ്റ എക്സിന് ടെൻറ്റ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ എക്സിന് ടെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് കിട്ടും. ദാറ്റ് ഈസ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഡെൽറ്റ വൈ 0 ആണ്. 0 ആകുമ്പോൾ ആ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് പോയിട്ട് നമുക്ക് കിട്ടുന്ന ലിമിറ്റ് ഡെൽറ്റ സെഡ് പോയിട്ട് എന്താ? ഡെൽറ്റ എക്സിനെയാണ് നമ്മൾ വേരി ചെയ്യുന്നത്. ഡെൽറ്റ വൈന് 0 ആക്കി കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് കിട്ടും. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്താ കിട്ടുക? 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ഡെൽറ്റ എക്സിന് 0യും ഡെൽറ്റ വൈന് ടെൻറ്റ് ചെയ്യുക. ഡെൽറ്റ വൈന് ടെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻ ടു 0 എന്താ കിട്ടുക? 4 ഇൻറ്റു ഐ ഇൻറ്റു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഡെൽറ്റ വൈ കിട്ടും. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്താ കിട്ടുക? 4 കിട്ടും. നമ്മൾ പറഞ്ഞു
ലിമിറ്റിംഗ് കൊടുക്കുമ്പോൾ എന്താണ് എപ്പോഴും നമ്മൾ ഈ കേസിൽ ഇപ്പോൾ ഡെൽറ്റ എക്സ് 0 കൊടുത്തിട്ട് ഡെൽറ്റ വൈന് 10 കൊടുത്താലും ഡെൽറ്റ വൈ ഈക്വൽ ടു 0 കൊടുത്തിട്ട് ഡെൽറ്റ എക്സിന് 10 ചെയ്താലും നമുക്ക് കിട്ടുന്ന ലിമിറ്റിംഗ് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. പക്ഷെ നേരത്തെ ഓൾറെഡി നമുക്ക് 1ഉം ഇവിടെ ഓൾറെഡി എന്തുവാണ് 4 ആണ്. അപ്പം ലിമിറ്റിംഗ് രണ്ട് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ലാത്ത അല്ലെങ്കിൽ നോവർ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എക്സ് പ്ലസ് 4 ഇൻറ്റു ഐ വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വാട്ട് ഈസ് ഡെഫിനീഷൻ ഓഫ് അല്ലെങ്കിൽ ഡെഫിനീഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇൻ ദ കേസ് ഓഫ് കോംപ്ലെക്സ് പ്ലെയിൻ, റൈറ്റ് ദ നോവർ ഡിഫറൻഷ്യബിൾ, റൈറ്റ് ദ എക്സാമ്പിൾ ഓഫ് നോവർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതുപോലെ ഈ ഒരു എക്സാമ്പിൾ അവിടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എപ്പോഴും പഠിക്കേണ്ട ഒരു പ്രോബ്ലമാണ് കേട്ടോ, അത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് അനലിറ്റിക് ഫംഗ്ഷൻ. അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഓഫ് സെഡ് ഇസ് അനലിറ്റിക് അറ്റ് ദ പോയിന്റ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ സെഡ് നോട്ടിൻ്റെ ഏത് നൈബർഹുഡ് എടുത്താലും ഫംഗ്ഷൻ എന്തായിരിക്കണം, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. സെഡ് നോട്ടിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓക്കെ, സോ സെഡ് ടു ബി അനലിറ്റിക് അറ്റ് ദ and at every point in some neighborhood of Z naught. അപ്പോൾ ആ കേസിൽ ട്രൂ ആയിരിക്കണം. അങ്ങനെയുള്ള പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ. ഡിഫറൻഷ്യബിൾ ആവുന്നതിൻ്റെ എക്സാമ്പിളാണ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് സെഡ് സ്ക്വയർ അല്ലെങ്കിൽ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആൻഡ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z. 1/z ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും അനലിറ്റിക് ഫങ്ഷൻസ് ആണ്. ഡെറിവേറ്റീവ് കാണാനുള്ള എക്സസൈസ് 1 മുതൽ 6 വരെയുള്ളത് മാപ്പിംഗ് ആണ്, മാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 7 to 14 എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വൈ. അപ്പോൾ സെഡിന് എക്സ് പ്ലസ് ഐ വൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് 15 to 18 ഇവാലുവേറ്റ് ദി ഗിവൺ ഫംഗ്ഷൻ ആസ് ഇൻഡിക്കേറ്റഡ് പോയിൻറ്റ്സ്. മെയിനായിട്ടും അതിന് ശരിക്കും തന്നിട്ടുണ്ട്, പോയിൻറ്റ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനത് അറേഞ്ച് ചെയ്തിട്ട് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നൊട്ടേഷൻസിലേക്ക് ആക്കിയാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ ചെയ്തു തരാം. നെക്സ്റ്റ് 19 to 22 ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, 22 വരെ. ആൻഡ് 25 to 26 ഡെറിവേറ്റീവ്, ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ മതി. ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആക്ച്വലി നമ്മൾ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് സെഡ് പ്ലസ് സെഡ് നോട്ട് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഇല്ലേ, ആ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് 27 to 34 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ആൻഡ് 35 to 13 വിച്ച് ഇസ് നോട്ട് അനലിറ്റിക്. അനലിറ്റിക് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പം നിങ്ങൾ അവിടെ അല്ല എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ ഇസ് നോവർ ഡിഫറൻഷ്യബിൾ. അപ്പോൾ എഫ് ഓഫ് സെഡ് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് മൈനസ് ഐ വൈ കൊടുക്കാം. ദെൻ യൂഷ്വലി നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ, എക്സാമ്പിൾ 4 ചെയ്തല്ലോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സെഡ് ബാറിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതൊക്കെ സ്ട്രീം ലൈൻ പോയിൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എക്സും വൈ ഒക്കെ കൊടുത്തിട്ട് സെഡിന് എക്സ് പ്ലസ് ഐ വൈ കൊടുത്തിട്ടുള്ള ഫോമാണ്, ഓൾറെഡി ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സസൈസിൽ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് ഓൾറെഡി. മെയിനായിട്ടും ഡെറിവേറ്റീവിൻ്റെ ഡെഫിനീഷൻസ്, അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെറിവേറ്റീവിൻ്റെ ഡെഫിനീഷൻ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അനലിറ്റിക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അനലിറ്റിക് ആയതിൻ്റെ എക്സാമ്പിളും അല്ലാത്തതിൻ്റെ എക്സാമ്പിളും ചോദിക്കും. അല്ലാത്തതിൻ്റെ എക്സാമ്പിളാണ് ഒന്ന് മോഡുലസ് സെഡ് സ്ക്വയർ, അനലിറ്റിക് ആയതിൻ്റെ അല്ലാത്തതിൻ്റെ എക്സാമ്പിളാണ് സെഡ് ബാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെഡ് കോൺജുഗേറ്റ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ.